ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3180യുടെ 22ാമത് കൺവെൻഷൻ ഏപ്രിൽ 19-ന് കലൂരിൽ. കൺവെൻഷന്റെ ഉദ്ഘാടനം മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ രാമകൃഷ്ണമൂർത്തി നിർവഹിക്കും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3180യുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഇവിടെ കൂടുന്നത്. കാരണം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3180യുടെ ആനുവൽ കൺവെൻഷൻ 22ാമത്തെ ആനുവൽ കൺവെൻഷൻ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലയിലുള്ള 178ഓളം ക്ലബ്ബുകൾ അണിനിരക്കുന്നു. അത് ഏറ്റവും വലിയ പ്രത്യേകത, കൺവെൻഷന്റെ പ്രത്യേകത ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന രീതിയിൽ റിപ്പോർട്ട്. ഞാൻ ആദ്യമേ എന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് ലയൻ ഷൈഖ് കുമാർ, ലയൻസിന്റെ ഡിസ്ട്രിക്ട് ഗവർണറാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൻ സജി ജാമേലി, ഇടതുവശത്ത് അറ്റത്തിരിക്കുന്നത് ജോസഫ് മാത്യു, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ കൺവെൻഷന്റെ, വലതുവശത്തിരിക്കുന്നത് ലയൻ വർഗീസ് ജോസഫ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ, ഏറ്റവും അറ്റത്ത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ PR കുമ്പളം രവി. പ്രിയമുള്ളവരെ, ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി 178 ക്ലബ്ബുകൾ ചെയ്ത സേവന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ലയൺസ് ഈ ഒരു കൊല്ലത്തേക്കാണ് ഒരു ഡിസ്ട്രിക്ട് ഗവർണർക്ക് ചുമതല, അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത് കാരണം വീണ്ടും അടുത്ത ചുമതലയേൽക്കുന്ന ഗവർണർമാരെ തിരഞ്ഞെടുക്കുന്ന വലിയൊരു മഹാകൺവെൻഷനാണ് ഞങ്ങളുടെ മുമ്പിൽ. ഈ കൺവെൻഷൻ ഇനോഗ്രേഷൻ ചെയ്യാനെത്തുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഇന്റർനാഷണൽ ഡയറക്ടർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട KGR മൂർത്തി, രാമമൂർത്തി കമ്മിങ് ഫ്രം ചെന്നൈ. അപ്പോൾ ഏറ്റവും മികച്ചതാക്കി മാറുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് 3180 സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഈ വർഷം നിറവേറ്റിയുണ്ടായി. 100ഓളം ഭവന പദ്ധതികൾ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ ഭാഗമായി 3 ലക്ഷം രൂപ CSR ശേഖരിച്ചുകൊണ്ട് 100 നിർദ്ധരായ ആളുകൾക്ക് വീട് എന്ന ലക്ഷ്യത്തിൽ പോകുമ്പോൾ 125 വീട്ടിലേക്ക് കിടക്കുകയാണ്. അതിൽ 86 വീടിന്റെ തറക്കല്ലിടുകയും 23ഓളം വീടുകൾ നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന വലിയ ഒരു പ്രക്രിയയായി മാറുന്നു. ഏകദേശം 8 ലക്ഷം രൂപയോളം വരുന്ന ഭവനങ്ങളാണ് 450 സ്ക്വയർ ഫീറ്റിൽ 3 സെന്റ് സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിനു മുമ്പ് പത്രസമ്മേളനം നമ്മൾ നടത്തിയത് പെഡസ്ട്രിയൽ സിഗ്നൽ സിസ്റ്റം, കാൽനടക്കാരന്റെ സുരക്ഷ. ഒരു ഇലക്ഷന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ 100ഓളം പെഡസ്ട്രിയൽ സിഗ്നൽ സിസ്റ്റം ആലപ്പുഴ, ഇടുക്കി, എറണാകുളം മേഖലയിൽ ചെയ്യണമെന്ന വലിയൊരു ധാരണയിൽ വന്നു. പക്ഷേ എങ്കിലും നമ്മൾ 2 കളമശ്ശേരി ഭാഗത്ത് നമുക്ക് ഇനോഗ്രേഷനായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നിങ്ങളെല്ലാം പോയാൽ നോക്കിയാൽ കാണാം. ആ ഭാഗത്ത് കാൽനടക്കാർക്ക് ഏറ്റവും വലിയ സുരക്ഷ നൽകിക്കൊണ്ട് ആളുകൾ മനോഹരമായി ഉപയോഗിക്കുന്നു. ഏകദേശം അതിന് ചെലവ് 15 ലക്ഷം രൂപയാണ് 2 പെഡസ്ട്രിയൽ സിഗ്നൽ സിസ്റ്റത്തിന്. അതിനേക്കാൾ ഉപരി വിദ്യാലയങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ ഏറ്റവും ഭംഗിയാക്കുകയാണ്, നിറപ്പകിട്ടാക്കുകയാണ്. വുമൻ എംപവർമെന്റ് ഭാഗമായി, യൂത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഏകദേശം 250 സ്കൂളുകളിലായി 16 ലക്ഷം രൂപയുടെ പ്രൊജക്ടുകൾ നമ്മൾ തുടക്കത്തിലെ ഇൻസ്റ്റലേഷൻ പ്രൊജക്ട് എന്ന രീതിയിൽ വെച്ചു. എന്നുവേണ്ട നിരവധി സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയ പ്രവർത്തനങ്ങൾ ഈ വർഷം ചെയ്യാനായി സാധിച്ചു. ഏകദേശം 20 കോടി രൂപയുടെ പ്രൊജക്ടുകളാണ് നമ്മൾ അണിനിരത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം സഹകരിച്ചിട്ടുള്ള നമ്മുടെ ലയൺസ് പ്രവർത്തകരെ ആദരിക്കുക എന്നൊരു ചടങ്ങ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കൺവെൻഷൻ ഏറ്റവും വലിയ രസകരമായിട്ടാണ്, നമുക്കറിയാം അമേരിക്കയിലാണ് ഞങ്ങളുടെ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ബൈലോ വെച്ച് നമ്മുടെ നാടുകളിലൂടെയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ആദരിക്കുക എന്ന വലിയൊരു കടമ, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഈ കൺവെൻഷനിൽ ഉണ്ടാവും. കൂടാതെ പുതിയ ഗവർണർ സ്ഥാനത്തേക്ക് വരുന്ന ആളെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. വലിയൊരു ഇലക്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത്. ഈ കൺവെൻഷനിൽ ഞങ്ങളുടെ ഏരിയ ലീഡർ അമർനാഥ് ഞങ്ങളോടൊപ്പം സംസാരിക്കും. അതുപോലെ തന്നെ രാജൻ എന്ന നമ്പൂതിരി, കേരളത്തിലെ മൾട്ടിപ്പിൾ ചാർജുള്ള അദ്ദേഹവും ഞങ്ങളോടൊപ്പം ഈ കൺവെൻഷനിൽ പ്രമുഖ സ്ഥാനത്തുണ്ടാവും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. അതായത് വിപുലമായ സേവനത്തിന് വേണ്ടി നമ്മളൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ച 1968. ആ ഫൗണ്ടേഷൻ വഴി നമ്മൾ വിവിധ പദ്ധതികൾ ചെയ്ത് വളരെ മനോഹരമായിട്ട് സമൂഹത്തെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഭാഗമായി നമുക്കറിയാം, വയനാട് നടന്ന ദുരന്തത്തിൽ ഏറ്റവും വലിയ കൈത്താങ്ങാവാൻ 5 കോടി രൂപ മുതൽ മുടക്കി വയനാട് പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ ലയൺസ് ഇന്റർനാഷണൽ സാധിച്ചു. ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ എണ്ണം എടുക്കുകയാണെങ്കിൽ 150ഓളം ഡയാലിസിസ് സെന്ററുകൾ ഞങ്ങൾക്കുണ്ട്. 250ഓളം ഓൾ ഇന്ത്യ ലെവൽസിൽ സ്കൂളുകൾ സ്വന്തമായി ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ 177ാമത്തെ ഹോസ്പിറ്റലായി വയനാട് വരുമ്പോൾ നമ്മളുടെ സേവനത്തിന്റെ പ്രവർത്തനം ഏറ്റവും വലിയ മനോഹരമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ഈ വർഷവും ഒക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങളുടെ മെമ്പർമാരുടെ കോൺട്രിബ്യൂഷൻ, സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ആ ചെയ്ത എല്ലാവരെയും ഓണർ ചെയ്യുന്ന വലിയൊരു സമ്മേളനത്തിന് ആണ് ഞങ്ങൾ തുടക്കം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ത് ചോദ്യത്തിനും ഉത്തരം ഞങ്ങൾ തരാം.
ഓവർ ടു ദ മാധ്യമപ്രവർത്തകർ. ഇടുക്കി എറണാകുളം മേഖലയിൽ നിന്ന് ഏകദേശം 2000-ഓളം ലയൺസ് പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ക്ലബ്ബ് ലെവൽസിലാണ് ഞങ്ങളുടെ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ അതിൽ ഏകദേശം 502-503 വോട്ടുകൾ രേഖപ്പെടുത്തിയാണ് നെക്സ്റ്റ് ഗവർണറിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. മെമ്പർഷിപ്പ് 10 മെമ്പർക്ക് ഒരു വോട്ടാണ്. 20 മെമ്പർഷിപ്പുള്ള ക്ലബ്സിന് 2 വോട്ട്. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആനുവൽ കൺവെൻഷനാണ്. ഒരു ലയണിസ്റ്റിക് എന്ന് പറയുന്നത് ജൂൺ 30 വരെയുണ്ട്. ജൂൺ അവസാനമായിരിക്കും നമ്മുടെ അവാർഡുകൾ എല്ലാ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് കൺവെൻഷനാണ്. കാരണം അടുത്ത വർഷത്തേക്കുള്ള ഗവർണറെ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ 2 വൈസ് ഗവർണേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൈസ് ഗവർണർ, സെക്കൻഡ് വൈസ് ഗവർണർ. അവരുടെ ഇലക്ഷൻ ഇതിനോടൊപ്പം നടക്കും. അപ്പോൾ അതെ അതെ ജൂലൈ 1 മുതലാണ്. അപ്പോൾ ജൂലൈയിലായിരിക്കും അത് നടക്കുന്നത്. ജൂലൈയിലെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഹോങ്കോങ്ങിലാണ്. അവിടെ വെച്ചിട്ടായിരിക്കും ഗവർണറുടെ സ്ഥാനാരോഹണം നടക്കുന്നത്. ബാക്കി ഭാരവാഹികളുടെ ഇവിടെ വെച്ചിട്ടായിരിക്കും. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം തരുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകം സഹകരിച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഞങ്ങൾ വിട്ടുപോയ 35 മെമ്പേഴ്സ് ഉണ്ട്. അവരെയും കൂടെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിന് നെക്രോളജി എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെയും ഞങ്ങൾ കൺവെൻഷനെ ക്ഷണിച്ചുകൊണ്ട് താങ്ക് യു. ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കലാണ് നെക്രോളജി എന്ന ചടങ്ങ്. അതും ഞങ്ങൾ ചെയ്യുന്നു. ലയൺസ് ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നമ്മുടെ പാർലമെന്ററി സിസ്റ്റമൊക്കെ ആയിട്ട് ഒരേപോലെ തന്നെ പോവുകയാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും മൂല്യമുള്ള പ്രവർത്തനം ചെയ്യുമ്പോഴും അതിൻ്റെ തെരഞ്ഞെടുപ്പ് അതീവ മൂല്യമുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതനുസരിച്ച് തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടാണ് ഞങ്ങളുടെ മെമ്പർമാർ. ഏകദേശം കേരളത്തിൽ 28,865 മെമ്പർമാരാണ് ഞങ്ങളുള്ളതെങ്കിൽ ഇന്ത്യയിൽ മൊത്തം 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 2,96,000 മെമ്പർമാർ ലയൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ കാണിക്കുന്ന സേവന പ്രവർത്തനം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാധ്യമം ചെറുതല്ല. മാധ്യമത്തിന് വീണ്ടും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ PR പ്രിയപ്പെട്ട കുമ്പളം രവിച്ചേട്ടൻ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. നല്ല രീതിയിൽ ലയൺസ് പ്രസ്ഥാനത്തിൽ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കൂടുതൽ കവറേജ് ചെയ്ത ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അത് പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇടുക്കിയും ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതിനൊക്കെ കൂടുതൽ എറണാകുളത്ത് കിട്ടുന്നുണ്ട്. അത് തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ലയൺസ് മുമ്പോട്ട് പോകുന്നത്. 3 ലക്ഷം രൂപ തരുന്നു. ബാക്കി നമ്മുടെ ക്ലബ് ലെവൽസിൽ ഇട്ടുകൊണ്ടാണ് 8 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ വരുന്ന മനോഹരമായ വീടുകളാണ് ഞങ്ങൾ നിർമ്മിച്ച് തരുന്നത്, കൊടുക്കുന്നതൊക്കെ. വിവിധ ക്ലബ്ബുകൾ നിങ്ങളെ സമീപിക്കുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർ അത് മനോഹരമായി ഇടാറുണ്ട്. അതിനുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇല്ലാത്ത വശം നമുക്ക് ഈ പ്രസ് മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം.